അങ്ങനെയല്ലേ ആളുകൾ നിസ്കാരത്തിൽ ഇങ്ങനെ ഉയർത്തിലേക്ക് നോക്കിയപ്പോ പേരെടുത്ത് പറയാതെ തങ്ങൾ പറഞ്ഞു മാ ബാലു അഖ്വാമിൻ യർഫഊന അബ്സാറഹും ഇല സമാ. ചില ആളുകളുടെ കഥ എന്താണ്? നിസ്കാരത്തിൽ അവർ മേൽപോട്ട് നോക്കുന്നു. നിസ്കാരത്തിൽ സുജൂദിന്റെ മഹല്ലിലേക്കല്ലേ നോക്കേണ്ടത്? സുജൂദിന്റെ സ്ഥാനത്തേക്കല്ലാതെ നോക്കേണ്ട സന്ദർഭം ഇന്ദ ഹംസത്തി ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നെടുത്ത ഇല്ലല്ലാഹ് ഹംസ ഉച്ചരിക്കുന്ന സമയത്ത് മുസബ്ബിഹ വിരൽ ഒന്ന് പതുക്കെ ഉയർത്തണം. ലെവലായിട്ട് ഉയർത്തല്ല, മേലോട്ട് ഇങ്ങനെ ഉയർത്തല്ല, ഒന്ന് പതുക്കെ ഉയർത്തിയിട്ട് ആ ഉയർത്തിയതിലേക്കുള്ള നോട്ടം സലാം വീട്ടുന്ന സമയം വരെ ദായിമാക്കണം. ഉയർത്തലും ദായിമാക്കണം, നോട്ടവും ദായിമാക്കണം. രണ്ടും പതിവാക്കൽ സുന്നത്താണ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയുന്നത്. ചില ആളുകൾക്ക് കുറെ നേരം പൊക്കിക്കൂടാ, ഒരു സിഗ്നൽ നൽകുമ്പോൾ ഇങ്ങനെ പൊക്കി പിന്നെ താഴ്ത്താൻ പാടില്ല. പൊക്കി അങ്ങനെ നിർത്തൽ സുന്നത്താണ്. പൊക്കി നിർത്തുമ്പോ അങ്ങനെ 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 ഒരു ബെല്ലടിക്കും പോലെ കൈവരൽ അങ്ങനെ ആട്ടി അനക്കി ഒരു കളി രൂപത്തിലാക്കണ്ട. ഒരേ എവിടെയെങ്കിലും ഹദീസ് ഇങ്ങനെ വായിക്കുമ്പോ അപ്പൊ എവിടെയെങ്കിലും ഒക്കെ കാണും ഹർറക്ക എന്ന് കാണും. ഈ വിഷയം പറഞ്ഞത് ഹർറക്ക എന്ന് പറഞ്ഞതിന്റെ അവിടുത്തെ അർത്ഥം നേരത്തെ നിശ്ചലമായി നിന്ന വിരല് ഒന്ന് അനക്കിയിട്ടൊന്ന് ഉയർത്തിയെന്നാണ്. അല്ലാതെ അതിങ്ങനെ ഇളക്കിയെന്നല്ല അതിന്റെ അർത്ഥം. ആവർത്തിച്ചിളക്കിയെന്നല്ല, അതൊരു കളി രൂപത്തിലേക്കുള്ളത്. ഒരേ കേന്ദ്ര ബിന്ദുവിലേക്ക് അള്ളാഹുവിലേക്കുള്ള ഓർമ്മ, അള്ളാഹുവിന്റെ ഏകത്വത്തിലേക്കുള്ള ഓർമ്മ മനുഷ്യന്റെ നാവിലും അവന്റെ ഖൽബിലും അവന്റെ പ്രവർത്തനത്തിലും ഒരുപോലെ ആയിത്തീരുന്ന ഒരു പ്രധാനപ്പെട്ട സന്ദർഭമാണ്. അല്ലാത്ത മുഴുവൻ സന്ദർഭങ്ങളിലും സുജൂദിന്റെ മഹല്ലിലേക്ക് നോക്കണം. വേറെ അങ്ങോട്ട് നോക്കാൻ പാടില്ല. നോക്കാവുന്ന തരത്തിൽ ഫിനിഷിംഗ് വർക്ക് പോലും നടത്താൻ പാടില്ല. ഇപ്പോഴൊക്കെ അങ്ങനെയാണ്. പറഞ്ഞാൽ ഒറ്റപ്പെടുന്ന അറിയാം. ഇപ്പോഴൊക്കെ പള്ളി എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ഓത്തുപള്ളിയിൽ ഓതിപ്പടിച്ച ഉപ്പമാർ അങ്ങനെയാണ്. പക്ഷെ അവർക്ക് നല്ല കടികെട്ടുള്ള ഈമാനാണ്. അവരെ ഒരു കാശതമാനം ഈമാൻ കിട്ടിയെങ്കിൽ നമ്മൾ സലാമത്തായി. അത്രയും നല്ല അമലുമാണ്. അവര് പള്ളിയുടെ ജനൽ വെച്ച ആ ഗ്രില്ലിന്റെ അവിടെ ഭാഗത്ത് ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എഴുതാൻ പോലും അതൊന്ന് വേറെ ഒന്നുകൊണ്ട് ഫിറ്റ് ചെയ്ത് അവിടെ ഒട്ടിച്ചു വെക്കാൻ പോലും അവർ വേണ്ടാന്ന് പറയും. എന്താ വേണ്ടെന്ന് പറയാൻ കാരണം ആ ദിക്ർ പരിശുദ്ധി ഇല്ലാത്തതുകൊണ്ടല്ല. ഈ നിസ്കരിക്കുന്ന ആളുടെ നോട്ടം അതിലേക്കായി പോകരുത് എന്ന് കരുതിയിട്ട്